2.5 വർഷം മുമ്പ് ഞാനെടുത്തൊരു തെറ്റായ തീരുമാനം അതെന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ദുബായിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടതിന്റെ കൂടെ എന്റെ കയ്യിലില്ലാതെ പോയത് പൈസയായിരുന്നു. ജോലി ചെയ്തിട്ട് മാസം മാസം കിട്ടിയിരുന്ന തുച്ഛമായ ശമ്പളം വീട്ടിലേക്ക് അയച്ച് ഇവിടത്തെ ഫുഡും റെന്റ് എല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ എനിക്ക് ചെലവാക്കാൻ ഒന്നുമില്ലാതായിട്ട് വന്നപ്പോഴാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. അതായത് നമുക്ക് സുന്ദര വാഗ്ദാനം മോഹങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാന്ന് കേട്ടിട്ടില്ലേ? അതെ, ക്രെഡിറ്റ് കാർഡ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞു, നീ അത് ചെയ്യരുത്, നീ അത് എടുക്കരുത്, നിന്നെ കൊണ്ട് അത് പറ്റൂല എന്ന്. എല്ലാ പ്രവാസികളും അനുഭവത്തിൽ നിന്ന് പഠിക്കും എന്നുള്ള കാര്യം ഞാനും മനസ്സിലാക്കിയത് വളരെ വൈകിയായിരുന്നു. ക്രെഡിറ്റ് കാർഡ് കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒന്ന് മാറ്റി കളയാന്നായിരുന്നു. അല്ല, അതിനിപ്പോ നിന്റെ ലൈഫിന് എന്തത്ര സ്റ്റാൻഡേർഡ് കുറവെന്നല്ലേ? സംഭവം എന്താ വെച്ചാലേ, ഈ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറാന്നൊക്കെ കാരണവന്മാര് പറയില്ലേ, അതേ സെയിം അവസ്ഥ തന്നെയായിരുന്നു. സംഭവം കയ്യിൽ ചെലവാക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15,000 ദിറത്തിന്റെ ഒരു കാർഡ് അങ്ങോട്ട് കിട്ടി കഴിഞ്ഞപ്പോഴേ ഞാനിത് കണ്ടോടത്തും കാണാത്തോടത്തും കൊണ്ട് ഉരച്ചു. അതായത് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ടാപ്പ് ചെയ്യുമ്പോണ്ടല്ലോ, ആ സൗണ്ട് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടാപ്പ് ചെയ്ത് അതിന്റെ സൗണ്ട് കേട്ട് ഇഷ്ടപ്പെട്ട് വന്നപ്പോഴേക്കും എന്റെ ലിമിറ്റ് അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗില് 10ാം തീയതി ആയപ്പോഴേ ചെറിയൊരു മെസ്സേജ് അങ്ങോട്ട് വന്നു. അതന്നെ നല്ലൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് വന്നു. അതായത് എന്റെ സാലറിയുടെ പകുതിയോളം ഈ മാസം അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വന്നൊരു മെസ്സേജ് ആയിരുന്നു അത്. അപ്പൊ എനിക്ക് നല്ലൊരു സുഖം കിട്ടി. അതായത് ഇടിവെട്ടി എന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറയില്ലേ. പിന്നെന്താ ഉണ്ടായെന്നുള്ള കാര്യം ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാട്ടാ. സംഭവം എല്ലാം കൂടെ പറഞ്ഞ് ബോറടിപ്പിക്കണല്ലേ.